ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഐശ്വര്യ പരിഹസിക്കുന്ന ശ്യാമയാണ്. തുടർന്ന് അഖില് പറയുകയാണ്, പോട്ടടോ ശ്യാമേ. ഐശ്വര്യയുടെ അല്പം വിനയത്തോടെ സംസാരിക്കുകയാണെങ്കിൽ ശ്യാമ വേണമെങ്കിൽ സമ്മതിക്കും. ശ്യാമേ, നീ എന്നെ സഹായിക്കില്ലേ എന്ന് കൈകൂപ്പിക്കൊണ്ട് ഐശ്വര്യ ചോദിക്കുമ്പോൾ, വർമ്മ എന്ന വലിയ മനുഷ്യനെക്കുറിച്ച് ഓർത്ത് മാത്രം ഞാൻ സഹായിക്കാമെന്ന് ശ്യാമ പറയുന്നു. ശ്യാമയെ ദൈവം രക്ഷിക്കുമെന്ന് ഐശ്വര്യ പറയുമ്പോൾ ശ്യാമ മനസ്സിൽ പറയുകയാണ്, ഇവർക്ക് ചെറിയൊരു മരുന്ന് കൊടുക്കണമല്ലോ. റെക്കോർഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നും കാറിലുണ്ടെന്നും ഐശ്വര്യ പറയുന്നു. ശരി, എനിക്കതൊക്കെ ഒന്ന് പഠിക്കണം. ആ സമയത്തേക്ക് ഐശ്വര്യയുടെ കടയൊന്ന് നോക്കണം, പച്ചക്കറികളൊക്കെ വിൽക്കണം. എന്ത്, ഞാനോ പച്ചക്കറി വിൽക്കാനോ? പറ്റില്ലെങ്കിൽ പറഞ്ഞേക്കാൻ അഖിലും ശ്യാമയും പറയുന്നു. എന്തായാലും ഇവരുടെ കാല് പിടിച്ചേ പറ്റൂ, പച്ചക്കറി വിറ്റേക്കാം എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഐശ്വര്യ ശ്യാമയോടും അഖിലിനോടും സമ്മതം പറയുകയാണ്. അങ്ങനെ ഐശ്വര്യ കാറിൽ നിന്ന് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ അഖില് പച്ചക്കറികളുടെ വിലയെക്കുറിച്ചൊക്കെ ഐശ്വര്യയോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അശ്വതിയെയാണ്. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അശ്വതി അമ്മയും കൂടി വീട് വിട്ടിറങ്ങാൻ ഒരുങ്ങുകയാണ്. അതേസമയം ജഗൻ അങ്ങോട്ടേക്ക് വരികയാണ്. ജഗനെ കണ്ട് രണ്ടുപേരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ ജഗൻ ചോദിക്കുകയാണ്, ഓടി ഓടി നീ എവിടം വരെ പോകാൻ അശ്വതി? നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടുമെന്ന് അശ്വതി പറയുമ്പോൾ ജഗൻ ചോദിക്കുകയാണ്, അപ്പോൾ അവിടം വരെയൊക്കെയായി കാര്യങ്ങൾ. പിന്നെ നിനക്കൊരു മോളുണ്ടല്ലോ ശ്രീകുട്ടി, അവളെ ഞങ്ങളിങ്ങെടുക്കും. അത് അധികം വൈകാതെ തന്നെ സംഭവിക്കും, നീ കണ്ടോ എന്ന് പറഞ്ഞ് ജഗൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം കേട്ട് പേടിയോടെ നിൽക്കുകയാണ് അശ്വതിയും അമ്മയും. പിന്നീട് കാണിക്കുന്നത് പ്രസന്റേഷൻ തയ്യാറാക്കുന്ന ശ്യാമയാണ്. തുടർന്ന് ഐശ്വര്യ ചോദിക്കുകയാണ്, അഗി ഞാൻ അങ്ങോട്ടേക്ക് അല്പം മാറി നിൽക്കട്ടെ, നീ ഈ പച്ചക്കറി വിറ്റോളുമോ? എൻ്റെ ഏട്ടത്തി ശ്യാമ പറഞ്ഞിട്ടൊരു കാര്യം ചെയ്തില്ലെങ്കിൽ ശ്യാമയ്ക്ക് വലിയ ദേഷ്യമായിരിക്കും. അതേസമയം ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് കടയിലേക്ക് വരികയാണ്. അവരെ കണ്ടയുടൻ ഐശ്വര്യ പറയുകയാണ്, അഗി ആ വരുന്നത് എൻ്റെ കൂട്ടുകാരിയാ, ഞാൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കട്ടെ? അതൊന്നും പറ്റില്ലെന്ന് അഖിൽ പറയുമ്പോൾ അങ്ങോട്ടേക്ക് ആ സ്ത്രീ വരികയാണ്. 1 കിലോ ആപ്പിൾ വേണമെന്ന് അവർ പറയുമ്പോഴാണ് അവര് ഐശ്വര്യയുടെ മുഖം ശ്രദ്ധിക്കുന്നത്. അല്ല, നീ എന്താ ഇവിടെയെന്ന് അവർ ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, ഇതിവിടുത്തെ സ്റ്റാഫാ, ദേ അവിടെ ഇരിക്കുന്നതാ ഓണർ ശ്യാമ. തുടർന്ന് അഖിൽ ശ്യാമയോട് 1 കിലോ ആപ്പിളിന്റെ വില ചോദിക്കുമ്പോൾ 200 രൂപയെന്ന് ശ്യാമ പറയുന്നു. എന്നിട്ട് ശ്യാമ ഐശ്വര്യോട് പറയുകയാണ്, ചേച്ചി കൃത്യമായിട്ട് തൂക്കി കൊടുക്കണേ. എന്താ ഐശ്വര്യ ഇത്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ സൗമ്യ, ഒരു പ്രത്യേക സാഹചര്യത്തില്. ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ്, ദേ പെട്ടെന്ന് അതെടുത്ത് കൊടുക്കാൻ നോക്ക്, വേറെയും ഇവിടെ ജോലികൾ ഉള്ളതാ, ഇല്ലെങ്കിൽ ഞാൻ ശ്യാമയെ വിളിക്കാം. വേണ്ട, ഞാൻ എടുത്തു കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഐശ്വര്യ അവർക്ക് ആപ്പിൾ എടുത്ത് കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഓഫീസാണ്. ഐശ്വര്യ ശ്യാമയും കൂട്ടിക്കൊണ്ട് ഓഫീസിലേക്ക് വരികയാണ്. അങ്ങനെ ശ്യാമയുടെ പ്രസന്റേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ആ കമ്പനിക്കാര് വർമ്മ ഗ്രൂപ്പ്സുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്യുകയുമാണ്. ഇത് കാണുന്ന എല്ലാവർക്കും സന്തോഷമാകുമ്പോൾ ഐശ്വര്യ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. മോളെ, ഇനിയെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും തിരിച്ചു വന്നൂടെ എന്ന് വർമ്മയും ആദിയും ചോദിക്കുമ്പോൾ, വേണ്ടച്ചാ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, ഇപ്പൊ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കമ്പനിയിലെ ചുമതലയും ഒക്കെ തന്നെ ഞാൻ മറന്നു തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ബന്ധങ്ങൾ ഞാൻ മറന്നിട്ടില്ലെന്ന് പറഞ്ഞ് ശ്യാമ അവരോട് യാത്ര പറയുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വസുന്ധരയ്ക്ക് സന്തോഷത്തോടെ സ്വീറ്റ്സ് കൊടുക്കുകയാണ് വർമ്മ. എന്താ കാര്യമെന്ന് വസുന്ധര തിരക്കുമ്പോൾ ക്ലയൻസിന്റെ കാര്യവും പാർട്ട്ണർഷിപ്പിന്റെ കാര്യവുമെല്ലാം വസുന്ധരയോട് വർമ്മ പറയുന്നു. എനിക്ക് അല്ലെങ്കിലേ അറിയായിരുന്നു ഐശ്വര്യ ബ്രില്യൻ്റ് ആണെന്ന്. ഐശ്വര്യ കാരണമല്ലേ ഇപ്പോൾ കമ്പനിക്ക് ഒരു നേട്ടമുണ്ടായത്. ഇത് കേൾക്കുന്ന വർമ്മ പറയുകയാണ്, അല്ല, ശ്യാമ കാരണം ആ നേട്ടമുണ്ടായത്. കൃത്യസമയത്ത് ശ്യാമ വന്ന് പ്രസന്റേഷൻ അവതരിപ്പിച്ചത് കൊണ്ട് മാത്രമാ ആ ക്ലയൻസിനെ നമുക്ക് കിട്ടിയത്. ഇത് കേൾക്കുന്ന വസുന്ധര ദേഷ്യത്തോടെ പറയുകയാണ്, അവളെ ആ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ലായിരുന്നു. അവളുടെ ഔദാര്യം പിടിച്ചു പറ്റേണ്ടി വന്നല്ലോ. എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വസുന്ധര. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയാണ്. ഐശ്വര്യ അരുണിനോട് പറയുകയാണ്, ആ ശ്യാമ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയെന്ന് കരുതിയതാ, പക്ഷേ വീണ്ടും അവൾ ഇന്ന് വന്നു. അവളുടെ ഒരു പ്രസന്റേഷൻ. എന്താ അരുൺ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ്, താൻ കുറെ നേരമായിട്ട് ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഒരു നാടകത്തിന്റെ ഭാഗമായിരുന്നെന്നാ. ആ ക്ലയൻസ് വേണമെങ്കിൽ ദിവസക്കൂലിക്കെടുത്ത വല്ലോ നാടകക്കാരുമായിരിക്കും. ഐശ്വര്യെ, നീ ദയവ് ചെയ്തതൊന്നും നിർത്തുന്നുണ്ടോ? കേട്ട് കേട്ട് എൻ്റെ തല പെരുക്കുന്നുണ്ട്. അല്ലെങ്കിലും എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ പണ്ടേ അരുൺ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എൻ്റെ ജീവിതത്തിലേക്ക് അവളിനി വരില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവളൊരു ധൂമകേതുവാണ്. എൻ്റെ ജീവിതം നശിപ്പിക്കുക എന്നത് മാത്രം അവളുടെ ലക്ഷ്യം. പക്ഷേ അവൾ മനസ്സിൽ കാണുന്നത് ഞാൻ മാനത്ത് കാണും, അവൾക്കിട്ട് നല്ല പണിയും കൊടുത്തിരിക്കും. അരുൺ എന്താ ഇവിടെ എങ്ങുമല്ലേ? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നുമല്ല, അരുണിന്റെ മനസ്സിൽ ആരോ കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഐശ്വര്യ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അരുൺ. എനിക്ക് കുഴപ്പം വരുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് അരുൺ ചിന്തിച്ചു കൂട്ടുന്നതെങ്കിൽ ഞാൻ ഈ വീടങ്ങ് തകർക്കും, അത്ര തന്നെ. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. ശ്രീകുട്ടി ഹാളിലിരുന്ന് ഹോംവർക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ജയേഷ്
ശ്രീകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ശ്രീകുട്ടി എന്ന് അലറി വിളിച്ചുകൊണ്ട് സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണരുകയാണ്. അശ്വതി എന്താ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് അശ്വതിയുടെ അമ്മ വരുമ്പോ അത് പിന്നെ ഒരു സ്വപ്നം കണ്ടതാണ്, അമ്മ പോയി കിടന്നോളാനും അശ്വതി പറയുന്നു. തുടർന്ന് അശ്വതി ശ്യാമയെ വിളിക്കുകയാണ്. ശ്യാമെ, ആ ജഗന്നാഥനും ജയേഷുമൊക്കെ വന്നേ പിന്നെ എനിക്കൊരു സമാധാനവുമില്ല. നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യാമോ? കുറച്ച് ദിവസത്തേക്ക് ശ്രീകുട്ടിയെ നിന്റെ അടുത്ത് നിർത്താമോ? അവിടെ ആകുമ്പോ കുറെ അംഗങ്ങളും അഖിലുമൊക്കെ ഉള്ളതല്ലേ. എന്താണെങ്കിലും ചേച്ചി, എനിക്കിവിടെ നിർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ അഖിൽ സാറുമായിട്ട് ആലോചിച്ചിട്ട് നാളെ തന്നെ പറയാമെന്ന് പറഞ്ഞ് ശ്യാമ കോള് കട്ട് ചെയ്യുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വരവും കാത്തിരിക്കുന്ന ശ്യാമയാണ്. അതേസമയം ജയന്തി അങ്ങോട്ടേക്ക് വരികയാണ്. ശ്യാമയുടെ സംഗീത ക്ലാസിന്റെ പേര് പറഞ്ഞ് ശ്യാമയെ പരിഹസിക്കുകയാണ് ജയന്തി. നീ ഒരു കാലത്തും നന്നാകാൻ പോകുന്നില്ലെന്ന് ജയന്തി പറയുമ്പോ വിഷമത്തോടെ കരയുകയാണ് ശ്യാമ. തുടർന്ന് ദേവകി വന്ന് ശ്യാമയെ സമാധാനിപ്പിക്കുകയാണ്. ഉണ്ണിക്കണ്ണൻ ഒരിക്കലും എന്റെ മോളെ കൈവിടില്ല, മോള് സമാധാനമായിട്ടിരിക്ക്. എന്റെ കണ്ണ, നീ എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് ശ്യാമ പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു കാറ് വരികയാണ്. തുടർന്ന് ഒരു സ്ത്രീയും കുട്ടിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ഇവിടെയാണോ മ്യൂസിക് ട്യൂഷൻ എടുക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ അതേ എന്ന് ശ്യാമ പറയുന്നു. പിന്നെ ഉള്ള കാര്യം തുറന്നു പറയുന്ന കൂട്ടത്തിലാ ഞാൻ. എനിക്കാദ്യം നിങ്ങളുടെ ഒരു പാട്ട് കേൾക്കണം. എന്റെ കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചറിന് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയണം. തുടർന്ന് ശ്യാമ അവർക്ക് വേണ്ടി പാട്ട് പാടുമ്പോൾ പാട്ട് കേട്ട് അവർ കൈയടിക്കുകയാണ്. അതേസമയം കുറെ കുട്ടികൾ വീണ്ടും വരുന്നു. അല്ല, ഇയാളാണോ കൃഷ്ണതുളസി? കൃഷ്ണതുളസിയുടെ ശബ്ദം പോലെ തന്നെയുണ്ട്. ഞാൻ ഇയാളുടെ വലിയ ഫാനാ. എപ്പം മുതലാ ക്ലാസ് തുടങ്ങുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ തിങ്കളാഴ്ച മുതലെന്ന് ശ്യാമ പറയുന്നു. അപ്പോൾ എൻ്റെ മോള് തന്നെ ആകട്ടെ ആദ്യത്തെ അഡ്മിഷൻ. എല്ലാ കുട്ടികളും അഡ്മിഷൻ എടുക്കുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിൽ വരുമ്പോൾ അഖിലിന്റെ കയ്യിലേക്ക് ട്യൂഷന്റെ അഡ്വാൻസ് തന്ന തുക ശ്യാമ നൽകുന്നതാണ്. എടോ, ഇത് തൻ്റെ കൈ തന്നെ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കൊടുത്താല് ഇവിടെയുള്ളവർ വാങ്ങില്ല, അതുകൊണ്ട് താൻ തന്നെ കൊടുത്താൽ മതി. അത് പിന്നെ സാറിന് ഇവിടുത്തെ മകനായിട്ടാ കാണുന്നത്, അതുകൊണ്ടാ വാങ്ങാത്തത്. ഇത് കേൾക്കുന്ന അഖില് ചിരിച്ചുകൊണ്ട് ശ്യാമയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.